നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭമാസം ആഗതമായിരിക്കുകയാണ്. കുംഭമാസത്തിലെ നക്ഷത്രഫലം ഇടാൻ അല്പം താമസിച്ചിരുന്നു. കുംഭഭരണിയുടെ തിരക്കും മറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ വൈകിയത്. എന്നിരുന്നാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് കരുതിക്കൊണ്ട് കുംഭത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. മേടക്കൂറുകാർക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. ഭാഗ്യത്തിന് വർധനം ഉണ്ടാകുന്നതാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുടുംബസുഖം, ധനാഗമനം, ഐശ്വര്യങ്ങൾ, ഭാഗ്യം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. പ്രസംഗം, നടനം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ യോഗമുണ്ടാകുന്നതാണ്. എഴുത്ത്, ഗണിതം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ മേടക്കൂറുകാർക്ക് അവസരങ്ങൾ ഉണ്ടാകും. കൂടാതെ ഭൂമി വാങ്ങുക, ക്രയവിക്രയം ചെയ്യുക എന്നിവയ്ക്കുള്ള യോഗങ്ങളും ഇക്കാലത്തുണ്ടാകും. സഹോദരങ്ങളെ കൊണ്ട് ഗുണം ലഭിക്കുന്നതാണ്. തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാരിൽ നിന്ന് ആനുകൂല്യവും സഹായവും അതിന് നല്ല പരിഹാരവും ഒക്കെ ഉണ്ടാകുന്നതുമാണ്. വീട്ടിൽ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. ആചാര്യസ്ഥാനത്തുള്ളവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. രാജകീയമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയൊക്കെ നല്ല പുഷ്ടി പ്രാപിക്കുന്നതാണ്. വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മുതിർന്നവരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ ആവശ്യത്തിനായി ചെലവുകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം. ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ മേഖലയൊക്കെ പൊതുവെ പുഷ്ടി പ്രാപിക്കുന്ന സമയമാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഡ്രൈവിംഗ്, വർക്ക്ഷോപ്പ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നിർത്തിവച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുനർചിന്ത ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. ദാമ്പത്യമായി പ്രശ്നങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അനുകൂല സമയം വന്നു ചേരുന്നതാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനും സാഹചര്യമുണ്ട്. കരുതലെടുക്കുക. വളരെ കാലമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന സാധന സാമഗ്രികളോ അല്ലെങ്കിൽ രേഖകളോ ഒക്കെ ചിലപ്പോൾ ലഭിച്ചേക്കാം. ഏത് പ്രതിസന്ധിയും ഒക്കെ തരണം ചെയ്യാനുള്ള മനോധൈര്യം ഈ കാലത്തിൽ ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ വളരെ പതുക്കെയാണെങ്കിലും വന്ന് ലഭിക്കുന്നതാണ്. കള്ളന്മാരിൽ നിന്ന് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായേക്കാം. കരുതലെടുക്കുക. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള സമയമാണ് കുംഭമാസം. പല മുടങ്ങിയ കാര്യങ്ങളും തിരികെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ തിരിച്ച് പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലരുടെയും ശത്രുതയും വിരോധവും ഒക്കെ ലഭിച്ചേക്കാം. എന്നിരുന്നാലും അതൊക്കെ വളരെ ഗംഭീരമായി തരണം ചെയ്യാൻ മിഥുനക്കൂറുകാർക്ക് സാധിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ തുടങ്ങിയ സംഘടനകളുടെയൊക്കെ തലപ്പത്തെത്താനുള്ള സാഹചര്യം ഉണ്ടാകും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. കുട്ടികൾക്ക് ബാലപീഡയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. വിദേശത്തായാലും സ്വദേശത്തായാലും തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വാഹനം കൈകാര്യം ചെയ്യുന്ന മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾ മിഥുനക്കൂറുകാരെ ബാധിച്ചേക്കാം. ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എഴുത്തുകുത്തുകളിലൂടെയൊക്കെ ധനലാഭവും മറ്റു നേട്ടങ്ങളും ഉണ്ടാകാം. പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാനും മിഥുനക്കൂറുകാർക്ക് സാഹചര്യമുണ്ട്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഏതാനും നാളുകളായിട്ട് തുടർന്നു വന്നിരുന്ന ദോഷകാലത്തിന് ഒരു ശമനവും മാറ്റവും ഉണ്ടായേക്കാം. ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം.
സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മറികടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വിജയിക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സ്വദേശത്ത് പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്കുമൊക്കെ അനുകൂല ഫലത്തെ ലഭിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അഷ്ടമശനിയൊക്കെ ഉള്ള കാലമാണ്. ദമ്പതികൾ തമ്മിൽ തൊഴിലിലോ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള കാരണങ്ങളാലോ ഒക്കെ അകന്നു കഴിയേണ്ട സാഹചര്യവും വന്നേക്കാം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹാദരവും സഹായവും ഒക്കെ പ്രതീക്ഷിക്കാം. ആഭരണം, വസ്ത്രം, വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നാശവും നഷ്ടവും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പൊതുവെ വിഷമാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കർക്കിടകക്കൂറുകാർക്ക് മാറ്റത്തിന്റെ പുതിയ കാലമാണ് വരുന്നത്. സ്വന്തം സ്ഥലത്ത് നിന്ന് സ്ഥലമാറ്റമൊക്കെ ജോലി കാര്യത്തിൽ ലഭിക്കുകയാണെങ്കിൽ അത് നല്ലതിനാണ് എന്ന് ചിന്തിക്കുക. ശത്രുക്കളുടെയും കള്ളന്മാരുടെയും ഒക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മത പാലിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഭാഗ്യവും ഐശ്വര്യവും ഈശ്വരാധീനവും വർദ്ധിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഭൂമി, വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുന്നത് മൂലവും മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത് മൂലവും ഒക്കെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായേക്കാം. വിദേശത്ത് തൊഴിലൊക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മാർച്ചിന് ശേഷം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ കാര്യങ്ങളിലും ക്ഷേത്ര നിർമ്മാണത്തിനും അതേപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് ചിങ്ങക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകും. മുതിർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ശമിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് പ്രമോഷൻ, മറ്റ് മാറ്റങ്ങൾ എന്നിവയൊക്കെ അനുകൂലമായിട്ട് ലഭിക്കാം. ബുദ്ധിശക്തി, ഭക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവോളം വർദ്ധിക്കുന്ന സമയമാണ്. ആചാര്യസ്ഥാനത്തിരിക്കുന്നവർക്കും മറ്റ് സംഘടനാ നേതൃത്വത്തിലുമൊക്കെ ഇരിക്കുന്നവർക്കുമൊക്കെ അനുകൂല സമയമാണ്. കണ്ണ്, കഴുത്ത് തുടങ്ങിയ അവയവങ്ങളിലൊക്കെ അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പൊതുവെ ചിങ്ങക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കന്നിക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. വീട് വെക്കാനൊക്കെയുള്ള യോഗങ്ങൾ ഉണ്ടായേക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് ഏത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും പിന്നീട് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. കന്നിക്കൂറുകാർക്ക് ബന്ധുക്കളുടെ സഹായവും ഒക്കെ ലഭിക്കുന്നതാണ്. വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാമ്പത്യപരമായി കന്നിക്കൂറുകാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ശ്രദ്ധ വയ്ക്കുക. കന്നിക്കൂറുകാർക്ക് വിദേശവാസയോഗമുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂല ഫലത്തെ ലഭിക്കുന്നതാണ്. കുടുംബപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നവർക്ക് അതൊക്കെ രമ്യമായി പരിഹരിക്കാനുള്ള അവസരങ്ങൾ വന്നേക്കാം. ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. പേരും പ്രശസ്തിയും ഒക്കെ പുതിയതായിട്ട് ലഭിക്കാനും നിലനിർത്താനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. എന്നിരുന്നാലും മനപ്രയാസമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും കന്നിക്കൂറുകാർക്ക് ഉണ്ടായേക്കാം. മുതിർന്നവരായിട്ടുള്ളവർക്ക് അവരുടെ സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വരുന്ന കുംഭമാസത്തിലെ തുലാക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് കീർത്തിയും സൗഭാഗ്യവും ഒക്കെ കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ധനം, ധാന്യം, കീർത്തി, സൗഭാഗ്യം എന്നിവയ്ക്കൊക്കെ അനുകൂല സമയമാണ്. കുംഭക്കൂറുകാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതാണ്. തുലാക്കൂറുകാർക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകും. കലാകാരന്മാരായിട്ടുള്ളവർക്ക് അനുകൂല സമയമാണ്. അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. സിനിമ, സീരിയൽ, സംഗീതം, നാടകം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന തുലാക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള സമയമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള ആദരവും അംഗീകാരവും ഒക്കെ ലഭിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി വിവാഹത്തിനോ പഠനത്തിനോ ഗൃഹനിർമ്മാണത്തിനോ സഹായങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വദേശത്തും വിദേശത്തും ഒക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. മുടങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കും. പ്രത്യേകിച്ച് വ്യാപാര കാര്യങ്ങളിലൊക്കെ ഒരു പുത്തൻ ഉണർവ് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ വർദ്ധിക്കുന്നതാണ്. കളത്രത്തിന് പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വളർത്തു മൃഗങ്ങൾ മൂലം നേട്ടമുണ്ടാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പൊതുവെ തുലാക്കൂറുകാർക്ക് അനുകൂല ഫലമാണ് എന്ന് തന്നെ പറയാം. അടുത്തത് നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. വീട്ടിൽ സമാധാന അന്തരീക്ഷമൊക്കെ ഉടലെടുക്കുന്നതാണ്. വീട്ടിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ധനപരമായിട്ടുള്ള ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക് പഠനത്തിൽ മന്ദത അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്.
ദൂരയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷൻ, ലോണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വിവാഹിതനാകാൻ ആഗ്രഹിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. കലാകാരന്മാരായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്കും അനുകൂല സമയമാണ്. പുതിയ വിദ്യകൾ അഭ്യസിക്കുന്നതിനും ധനാഗമനത്തിനുമൊക്കെ അനുകൂല വഴികൾ ഉണ്ടാകുന്നതാണ്. മുതിർന്നവരായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക് സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ശാരീരികമായി ബുദ്ധിമുട്ടിലിരിക്കുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചെറിയ ചികിത്സകൾ മൂലം ആശ്വാസകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. വളർത്തുമൃഗങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ അശ്രദ്ധ മൂലം പരീക്ഷകളിലൊക്കെ അല്പം പുറകോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ പൊതുവെ ഐശ്വര്യം ലഭിക്കുന്ന സമയം തന്നെയാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ കുംഭമാസം. അടുത്തത് നമുക്ക് ധനുക്കൂറുകാരുടെ കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബ ദേവതകളിലേക്ക് പ്രീതി ലഭിക്കുന്ന സമയമാണ്. ഏത് കാര്യങ്ങളും മംഗളകരമായി തുടങ്ങുന്നതിനും അത് പരിപോഷിച്ച് പൂർത്തീകരിക്കുന്നതിനുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. മാനസികമായി നല്ല ബലം വർദ്ധിക്കുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കും. വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ സാമ്പത്തികമായി ലാഭം ഉണ്ടാകുന്ന മാസമാണ്. സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. കൃഷി, ഭൂമി തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ നിന്ന് വാഹനവും, ഭൂമിയിൽ നിന്ന് ലാഭവും, വാഹനത്തിൽ നിന്ന് ലാഭവും ഒക്കെ ലഭിച്ചേക്കാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മുട്ട്, കാല് തുടങ്ങിയ ശാരീരിക അവയവങ്ങളിലൊക്കെ വേദന, പ്രശ്നങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കേണ്ടതാണ്. കരുതലെടുക്കുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന സമയമാണ്. രാശ്യാധിപനായിട്ടുള്ള ശനിയും ഉച്ച സ്ഥാനത്തിന്റെ അധിപനായിട്ടുള്ള ചൊവ്വയും ഒക്കെ ബലമായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്നാൽ തുടക്കത്തിൽ ഏത് കാര്യത്തിനും തടസ്സം അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും അതൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ടാകും. സ്ത്രീകളായിട്ടുള്ള മകരക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷമതകളൊക്കെ ഉണ്ടായേക്കാം. വിവാഹ നിശ്ചയം, സന്താനങ്ങളുടെ പ്രധാന വിശേഷ അവസരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്ന് ആനുകൂല്യവും ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വസ്തുവകകളൊക്കെ വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പൂർവിക സമ്പത്ത് ലഭിക്കുക, പഴയ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനുള്ള സാഹചര്യം വരിക എന്നിവയൊക്കെ നേട്ടങ്ങളാണ്. യാത്രയൊക്കെ ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. യന്ത്രങ്ങൾ, വാഹനം തുടങ്ങിയവയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. വീട് നന്നാക്കുന്നതിനോ അറ്റകുറ്റപ്പണികൾക്കും ഒക്കെ അനുകൂല സമയമാണ്. മുതിർന്നവരായിട്ടുള്ള മകരക്കൂറുകാർക്ക് സന്താനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ സാഹചര്യമുണ്ടാകും. പൊതുവെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ലഭിക്കുന്ന മാസമാണ്. അടുത്തത് നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ശനി സ്വക്ഷേത്രമാണെങ്കിലും ശാരീരികവും മാനസികമായും ധനപരമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. കുംഭക്കൂറുകാർക്ക് വിദേശത്ത് പോകുന്നതിനൊക്കെ ഉത്തമ സമയമാണ്. കടങ്ങളൊക്കെ വാങ്ങേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നിരുന്നാലും പിന്നീട് ആ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മറികടക്കുന്നതുമാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ട്യൂട്ടോറിയൽ കോളേജ്, കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ, നഴ്സറി സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്തുന്നവർക്കും ഉടമസ്ഥർക്കും ഒക്കെ അനുകൂല സമയമാണ്. വിദേശത്ത് പോകുന്നവർക്ക് ഉത്തമമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ശത്രുക്കളുമായി സ്നേഹപരമായിട്ട് ഇടപെടാനും അതുവഴി മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ മാറി നല്ല സ്വസ്ഥത ലഭിക്കുന്നതിനുമൊക്കെ സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് സഹായകരമാകുന്ന ചിട്ടി, ലോണുകൾ എന്നിവയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നുചേരാം. മധ്യവയസ്സിന് മുകളിലുള്ള കുംഭക്കൂറുകാർ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്ന പക്ഷം മാനസികമായി സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. നവീനമായിട്ടുള്ള വസ്തുക്കളും ഗ്രഹോപകരണങ്ങളും ഒക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി കൈവശം വരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം,
ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ നല്ല തൊഴിലിലേക്കൊക്കെ മാറാൻ അവസരങ്ങൾ വന്നു ചേരാം. വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി മൂലം പല ആപത്ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ മീനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. പല പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടുന്നതിന് സാഹചര്യം ഉണ്ടാകും. തൊഴിൽ മേഖലയിലൊക്കെ അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ മനോധൈര്യം മൂലം അതൊക്കെ തരണം ചെയ്ത് അനുകൂലാവസ്ഥയിൽ എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ചിലർക്കെങ്കിലും തൊഴിൽ മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം. അതൊക്കെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കിയേക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന മീനക്കൂറുകാർക്ക് നേട്ടങ്ങളൊക്കെ കൈവരാൻ അല്പം കാലതാമസം ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. തൊഴിലൊക്കെ മാറി നല്ല തൊഴിലിലേക്കൊക്കെ പ്രവേശിക്കാനും സാഹചര്യം ഉണ്ടാകും. മുട്ട്, കഴുത്ത്, സന്ധി തുടങ്ങിയ അവയവങ്ങളിലൊക്കെ അല്പം വേദനയും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. മധ്യവയസ്കരായിട്ടുള്ള മീനക്കൂറുകാരെ സംബന്ധിച്ച് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായേക്കാം. എന്നിരുന്നാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യവുമുണ്ട്. ഈശ്വരാധീനം മൂലം ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കൈവരുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. കുംഭമാസത്തിൽ എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.